ഈ 2 നെയിൽ പോളിഷ് ചെയ്യാൻ പറഞ്ഞ വീഡിയോ ലാസ്റ്റ് ചെയ്തതും ഈ 3 നെയിൽ പോളിഷ് യൂസ് ചെയ്തിരുന്നത്. ഞാൻ കുറേ ഡിസൈൻ നോക്കിയിട്ട് എന്താ ചില സമയം നമ്മൾ എന്തെങ്കിലും അൾട്ട ഫ്ലോപ്പ് ആയി പോയല്ലോ. ഞാൻ കുറേ വട്ടം ചെയ്ത് മായിച്ച് ലാസ്റ്റ് ഒരു ഡിസൈൻ മാത്രം ശരിയായി. ഹലോ, അപ്പം ഇന്നൊരു കുട്ടി നെയിൽ പോളിഷ് വീഡിയോ ആണ്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു നെയിൽ പോളിഷ് വീഡിയോ ഇടാവോ എന്ന്. മാത്രമല്ല എൻ്റെ നെയിൽസ് കുറേ പേർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. താങ്ക് യു. അപ്പോൾ നമുക്ക് ഇന്നൊരു നെയിൽ പോളിഷ് വീഡിയോ ഇട്ടാലോ. അപ്പോൾ എൻ്റെ കയ്യിൽ മൊത്തത്തിൽ ഇത്രയും നെയിൽ പോളിഷ് മാത്രമേ ഉള്ളൂ. ഇതിൽ ചിലത് കട്ടിയായതാ, ഇത് എനിക്ക് തോന്നുന്നു ഇതിനകത്തൊന്നും ഇല്ല. ഇത്രയും മാത്രമേ നല്ല നെയിൽ പോളിഷ് എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം ഉള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് വേണം നെയിൽ പോളിഷ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ചെയ്യണം. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സേഫ്റ്റി പിന്നില്ലേ, അത് വെച്ചിട്ട് ഒരു കുട്ടി വർക്ക് ചെയ്യാവുന്ന. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ കുട്ടി പിന്ന് വെച്ചിട്ടാണ് നെയിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. എനിക്കൊന്ന് കഴിഞ്ഞ വട്ടം ഞാൻ നെയിൽ ആർട്ട് ചെയ്തപ്പം ഈ നെയിൽ പോളിഷും ഇത് രണ്ടുമായിരുന്നു ഇട്ടിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇന്ന് നമുക്കതുകൊണ്ട് ഇത് രണ്ടും വേണ്ട, ഇത് വേണ്ട, ഇത് രണ്ടും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ നെയിൽ ആർട്ട് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നോക്കണേ, അതുകൂടി കണ്ടു നോക്കണേ. അപ്പം അന്ന് ചെയ്ത ഡിസൈനും ഇന്ന് ചെയ്ത ഡിസൈൻ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അന്ന് ചെയ്തത് എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഈ ഒരു കമ്പി വെച്ചിട്ട് ഒരു ചെറിയ ഡോട്ട് ഇടുന്ന വർക്കായിരുന്നു. ഇന്ന് കുറച്ച് സ്പെഷ്യൽ വർക്കാണ്, നമുക്ക് ചെയ്ത് നോക്കിയാലോ. ശരിക്കും ഇത് കുറേ നാൾ എടുക്കാതിരുന്നുണ്ട്. ഇതൊക്കെ കറക്റ്റായിട്ട് ഇതൊക്കെ ഉണ്ടോയെന്ന് കൂടി എനിക്ക് അറിയില്ല, നോക്കണം. കട്ടിയായി കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, ബ്ലൂവിലുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇതും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ബ്ലൂവിൽ കുറച്ചുകൂടെ ഭംഗി ഈ സിൽവർ കളർ വരുമ്പോഴായിരിക്കും. ഭാഗ്യം സിൽവറും വർക്കിംഗ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നെയിലിൽ എന്തെങ്കിലും നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് നാളായിട്ട് നെയിൽ പോളിഷ് ഇടുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പൊതുവേ ഞാനങ്ങനെ ബ്ലൂ കളറൊന്നും ഇടാറില്ല. എനിക്ക് കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെയാണ് ഇഷ്ടം. പണ്ട് കൊച്ചിലെ എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ഉള്ള നെയിൽ പോളിഷ് ആയിരുന്നു. റെഡ്, മെറൂണ്, ബ്ലാക്ക്, അങ്ങനെ ഭയങ്കര ഡാർക്ക് ഷെയ്ഡായിരുന്നു ഇഷ്ടം. ഇപ്പോൾ എനിക്കെല്ലാം ഭയങ്കര ലൈറ്റ് ഷെയ്ഡിലേക്ക് വന്നേക്കും കേട്ടോ ഇഷ്ടങ്ങളെല്ലാം. പക്ഷേ എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ നെയിൽ പോളിഷ് ബ്ലാക്ക് ഇല്ല. അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നെയിൽ പോളിഷിന് ബ്ലാക്ക് ആയിരിക്കും കൂടുതൽ ഇടാറ്. അപ്പം നമുക്ക് ബ്ലൂ കളർ നെയിൽ പോളിഷ് കയ്യിൽ ഫുൾ ഇട്ട് കൊടുക്കാം. ഈ ബ്ലൂ ഇടുമ്പോൾ നമ്മുടെ കൈ കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കുന്നതാണൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ കൈ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയതുപോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് എന്ത് തോന്നി എന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ നെയിൽ പോളിഷ് എല്ലാ നെയിൽസിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം ഒരു ഫസ്റ്റ് കോട്ട് ഇട്ടപ്പം എനിക്ക് അത്ര രസം തോന്നിയില്ല. അപ്പോൾ ഞാൻ ഡബിൾ കോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ നെയിൽസിലും. ഡബിൾ കോട്ട് ചെയ്തപ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഓരോ നെയിൽസിലും ഓരോ ടൈപ്പ് ആർട്ട് ചെയ്യാമെന്നായിരുന്നു. ബട്ട് ചെയ്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ടിത് നടക്കാനേ പോകുന്നില്ല എന്ന്. അങ്ങനെ ഞാൻ ഒരു വിരലിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ വെറുതെ അധികം ആർട്സ് ഒന്നും ചെയ്യാതെ വെറുതെ നെയിൽ പോളിഷ് മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങൾ കണ്ടു നോക്കുക. ഇതെനിക്ക് ഇത്ര ഫ്ലോപ്പ് ആവുമെന്ന് ഞാൻ വിചാരിച്ചെങ്കിൽ ഞാനിത് തുടങ്ങില്ലായിരുന്നു. ബട്ട് എന്തായാലും തുടങ്ങിയില്ലേ, എന്തായാലും ഒരെണ്ണമെങ്കിലും കറക്റ്റായി ചെയ്യണമെന്ന് വെച്ചിട്ട് 6 or 7 എണ്ണം ചെയ്തിട്ട് ലാസ്റ്റ് ഒരെണ്ണം കേട്ടോ ശരിയായത്. ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുത്തിയിരുന്നൊരു മണ്ടത്തരങ്ങൾ കാണിക്കുന്നതെന്ന്. ആദ്യം വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചതേ ഇല്ല ഈ വീഡിയോ ഇത്ര ഫ്ലോപ്പ് ആവുമെന്ന്. ഞാൻ വലിയ പ്രതീക്ഷയോടെ ചെയ്ത വീഡിയോയാണ്, ബട്ട് അൾട്രാ ഫ്ലോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ ആദ്യം ഇടുന്നത് എൻ്റെ ഓക്കെ ആയതാണ്. ബാക്കി ഞാൻ വഴിയെ ഞാൻ കാണിത്തരാം ഞാൻ എങ്ങനെയൊക്കെയാണ് ഒരു നെയിലിനെ വൃത്തികേടാക്കി. അപ്പോൾ ഞാൻ ഇതിൽ ഫസ്റ്റ് ചെയ്തത് എൻ്റെ ഒരു കൈ ഒരു മെറൂൺ പോലൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് 2 ലെയർ പോലെ മീൻസ് 2 ലൈൻ പോലെ കൊടുത്തു. അതിനകത്തേക്ക് ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ടായിരുന്നു, അതും 2 ലൈൻ പോലെ കൊടുത്തു. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള സേഫ്റ്റി പിന്നോ എന്തെങ്കിലും മുട്ടുപിന്നില്ലേ അതോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ വന്നു. അതൊന്ന് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് എൻ്റെ ഓക്കെ ആയ നെയിൽ ആർട്ട്. പിന്നെ ഞാൻ ചെയ്തപ്പോൾ ഫ്ലോപ്പായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായിരുന്നു. ബട്ട് അതിനെ ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അത് അൾട്രാ ഫ്ലോപ്പായി മാറി. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു ബ്ലൂ കളറും പിന്നെ ലൈറ്റ് പിങ്ക് ഷെയ്ഡും വെച്ചിട്ടാണ് ഞാൻ നെയിൽ ആർട്ട് ചെയ്യാൻ പോകുന്നതെന്ന്. ബട്ട് അല്ലായിരുന്നു. ചെയ്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു മെറൂൺ തന്നെ മതിയെന്ന്. കാരണം ബ്ലൂ കളർ ചെറുതായിട്ടൊന്ന് കട്ടിയാവാനുള്ള ശ്രമത്തിലൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ വിട്ടുകൊടുത്തില്ല, ബ്ലൂവിൽ തന്നെ ചെയ്തു. ഈ 2 നെയിൽ പോളിഷിൽ ചെയ്യാമെന്ന് പറഞ്ഞ വീഡിയോ ലാസ്റ്റ് ചെയ്തതും ഈ 3 നെയിൽ പോളിഷാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ കുറേ ഡിസൈൻ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചില സമയം നമ്മൾ എന്ത് ചെയ്താലും അൾട്ട ഫ്ലോപ്പായി പോകുമല്ലോ. ഞാൻ കുറേ വട്ടം ചെയ്ത് മായിച്ച് ലാസ്റ്റ് ഒരു ഡിസൈൻ മാത്രം ശരിയായിട്ട് വന്നു. പിന്നെ ബാക്കിയുള്ളതിൽ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് കൊള്ളാവുമെന്ന് അറിയുന്നുണ്ട് ഞാൻ ഇതിൽ നിർത്തി. ഞാൻ നല്ല ടൈം ഉള്ളപ്പം നന്നായിട്ട് പഠിച്ചിട്ട് നല്ല രീതിക്ക് ചെയ്ത് കാണിക്കാം. മീൻസ് ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ റെഫർ ചെയ്ത് നോക്കിയപ്പം അതിലവർ കുറേ ഡിസൈൻസ് പറയുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് നമ്മൾ ഇത് ശരിയാക്കിയിട്ടുണ്ട്, ഇത് കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ എല്ലാത്തിലും ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ അത് ഭംഗി ആവണമെന്നില്ല. അപ്പം ഇന്നത്തെ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇത് കണ്ടോ, ഞാൻ തുടച്ച് എൻ്റെ കൈ ഫുള്ള് നെയിൽ പോളിഷാണ്. ഇനി ഇത് കഴുകിക്കളയണം. അപ്പം ഇതാണ് ഇന്നത്തെ കുട്ടി വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഫസ്റ്റ് ഫ്ലോപ്പ് വീഡിയോ
ഇതാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ചെയ്ത മണ്ടത്തരം. ആദ്യം ഞാൻ വിചാരിച്ചു 3 ഡോട്ട്സ് ഒക്കെ ഇട്ട് 4 വരയൊക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് ഒരു പൂവായി വരുമെന്ന്. ബട്ട് വരച്ച് വന്നപ്പോൾ മനസ്സിലായി ഇത് പൂവല്ല ചിലന്തിയായിട്ടാണ് മാറിയെന്ന്. 1 കൊണ്ടോ 2 കൊണ്ടോ തീരുന്നതല്ല എൻ്റെ മണ്ടത്തരം. രണ്ടാമത്തതും കൂടെ നിങ്ങൾ കണ്ടോ. രണ്ടാമത് ഞാൻ വിചാരിച്ചു എന്തായാലും ഡോട്ട് ശരിയായില്ല, എനിക്ക് പിന്നെ ലൈൻസ് തന്നെ ഇരിക്കട്ടെ. ഇങ്ങനെ ലൈൻസ് വരച്ചു. ലാസ്റ്റ് അതും കളവായി. തീർന്നോ? ഇല്ല, വീണ്ടും ചെയ്തു മൂന്നാമത്തെ മണ്ടത്തരം. അതും കണ്ടു വെക്കുക. ബട്ട് ഇത് മണ്ടത്തരം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇതെനിക്ക് ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ആദ്യം ഞാൻ നല്ല രീതിക്കൊരു പൂ പോലെ ചെയ്തെടുത്തു. ബട്ട് പിന്നെയാണ് സംഭവം ഉണ്ടായത്. അതിനെ ഒന്ന് ഭംഗിയാക്കാൻ നോക്കിയതാണ് കേട്ടോ. ഭംഗിയാക്കിയത് എന്തായി? ഒന്നും അല്ലാതായി പോയി. തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. ഇത് തേർഡിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ. ഇത് ചെയ്തു, 2-3 വരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വീണ്ടും ഒരു പൂവൊക്കെ ശ്രമിച്ചു. ബട്ട് വീണ്ടും എന്നെ ശരിയാക്കാൻ നോക്കി, വീണ്ടും ഫ്ലോപ്പായി. വീണ്ടും ചെയ്തു മണ്ടത്തരം. പിന്നെ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, പുതിയ കളർ എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും ഓക്കെയാണ്. അങ്ങനെ പുതിയ കളർ എടുത്ത് വരച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോഴേ കളവായി. അതും എടുത്തു മാറ്റി വെച്ചു. എന്തൊക്കെ മണ്ടത്തരം കാട്ടിയെന്ന് പറഞ്ഞാലും എൻ്റെ നെയിൽസിൽ ബ്ലൂ കളർ ഒരു പ്രത്യേകതരം ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ വീഡിയോസ് അങ്ങ് എടുത്തു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞാൽ ലവ് ചെയ്യുന്നു, പിന്നെ കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറുന്നു. നമ്മൾ ഫേസ് കൊണ്ട് മാത്രമല്ല കൈ കൊണ്ടും ക്യൂട്ട്നെസ് വാരി വിതരാറുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ വീഡിയോ? ഇഷ്ടമായോ? മാത്രമല്ല കേട്ടോ, എനിക്കൊരു ചെറിയ ബ്രൈറ്റ്നെസ് പോലെ ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം എൻ്റെ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലത്തെ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരാവേ. മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ബൈ.